അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്ടോപ്പിക്ക് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 2 വർഷം ട്രൈ ചെയ്തിരുന്നില്ല കുട്ടിക്ക് വേണ്ടി. ഞാൻ ME പഠിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആവാമെന്ന് വിചാരിച്ചു. 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. 1-2 മാസത്തിനകം പ്രഗ്നൻ്റായി മീൻസ് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റിൽ പോസിറ്റീവ് വന്നു. പക്ഷേ പിന്നെ എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ആയി. ഡോക്ടർ സ്കാൻ ചെയ്തു, ഒന്നും കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ കെമിക്കൽ പ്രഗ്നൻസി ആയിരിക്കും. കെമിക്കൽ പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷനൊക്കെ നടക്കും, ബട്ട് ഇംപ്ലാൻ്റ് ആവില്ല നമ്മുടെ യൂട്രസിൽ. അപ്പം അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ ട്രൈ ചെയ്തു, ഒന്നും കുട്ടികളൊന്നും ആയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഒന്ന് ജസ്റ്റ് പോയി ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു എന്നാൽ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാമെന്ന് പറഞ്ഞു. ഫോളിക്കുലർ സ്റ്റഡി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് പോകുന്ന കുറേ നാളായിട്ട് കുട്ടികളുണ്ടാവാത്ത എല്ലാവരുടെയും ഒരു സ്റ്റാർട്ടിങ് പ്രൊസീജിയർ ഫോളിക്കുലർ സ്റ്റഡിയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അവർ നമ്മുടെ നമുക്ക് ചിലപ്പം അത് ഫോളിക്കിൾ വലുതാവാനുള്ള ഗുളികകൾ തരും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ എന്നിട്ട് അവരൊരു ഓൾട്ടർനേറ്റ് പീരീഡ്സ് ആയിട്ട് നമ്മളൊരു സെക്കൻഡ് ഡേ തൊട്ട് അവിടെ ചെല്ലാൻ തുടങ്ങും. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അവർ നമ്മളെ സ്കാൻ ചെയ്ത് നമ്മുടെ ഫോളിക്കിൾ എത്ര വലുതാവണമെന്ന് നോക്കും. കറക്റ്റ് ഒരു സൈസ് ആകുമ്പോൾ അവരൊരു ഇഞ്ചക്ഷൻ നമുക്ക് തരും, HCG, നമ്മുടെ എഗ്ഗ് അതിൻ്റെ പുറത്തേക്ക് വരാൻ. എന്നിട്ട് അവർ പറയും ഓക്കെ ഇപ്പോൾ തരുന്നതിൻ്റെ തലേ ദിവസവും തന്നു കഴിഞ്ഞ് ഒരു 2-3 ദിവസമൊക്കെ ചിലപ്പോൾ റിലേഷൻ വയ്ക്കാൻ പറ്റും പറയും. അങ്ങനെ നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഡിസംബറിലാണ് ചെയ്യാൻ തുടങ്ങിയത് ഫോളിക്കുലർ സ്റ്റഡി. 2017 ഫോളിക്കുലർ സ്റ്റഡി ഡിസംബറിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഫോളിക്കുലർ സ്റ്റഡിയിൽ ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെന്നു. ഒരു പീരീഡ്സ് കഴിഞ്ഞൊരു 8ാമത്തെ ദിവസം ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു എൻ്റെ ഫോളിക്കിൾ ആവശ്യത്തിന് സൈസ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. FSH ഭയങ്കര ഹൈ ഡോസ് ഒരു ഇഞ്ചക്ഷൻ തന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു, ഒന്നും കൂടെ സ്കാൻ ചെയ്യാൻ. എനിക്ക് നോർമലി നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞിട്ട് 11-14 ദിവസത്തിനകം ഫോളിക്കിൾ കറക്റ്റ് സൈസ് ആവണം. കറക്റ്റ് സൈസ് ആവാമെന്ന് പറഞ്ഞാൽ ഒരു 18 mm 15 എബവ് അതിൻ്റെ സൈസ് ആയാൽ അതിനകത്തുള്ള എഗ്ഗ് ഒരുവിധം നല്ല സൈസായിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. 18 mm ആണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അവർ 18 mm ആകുമ്പോൾ ട്രിഗർ ചെയ്ത് എഗ്ഗ് പുറത്തേക്ക് വരാനുള്ള ഇഞ്ചക്ഷൻ തരും അവർ. അപ്പം ഞാൻ 11ാമത്തെ ദിവസം ചെന്നു. ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഫോളിക്കിൾ ആവശ്യത്തിന് വളർന്നിട്ടില്ല. എത്ര സൈസൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മാസം എൻ്റെ ഫോളിക്കിൾ വലുതായിട്ടില്ല, ഈ മാസം എന്തായാലും ഞാൻ പ്രഗ്നൻ്റ് ആവില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത മാസം ഒന്നുകൂടെ ട്രൈ ചെയ്യാം, ഈ മാസം വിട്ടേക്ക് റിലാക്സ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. വീട്ടിൽ വന്നു, എല്ലാം നോർമലായി. അത് കഴിഞ്ഞിട്ട് ജനുവരി 8 ഡേറ്റ് ഒരിക്കലും അറിയില്ല, കാരണം ജനുവരി 9 എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ഞാനിവിടെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. അപ്പം ജനുവരി 8 രാവിലെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ ഇവിടെ വന്നു ചുമ്മാ സംസാരിക്കും കുട്ടീനെ പറ്റി. അപ്പം ഈ ആൻറ്റി ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആൻറ്റിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. ഈ ആൻറ്റിയുടെ മോളുടെ കാര്യം പഠിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലൊരു ഗുളുഗുളു ശബ്ദം, ബബിള് പൊട്ടുന്ന പോലത്തെ കുറേ ശബ്ദം, ഒരു ഫീലിംഗ് എനിക്ക് വയറ്റിൻ്റെ ഉള്ളിൽ. ഞാൻ ഇങ്ങനെ ആൻറ്റി സംസാരിക്കുകയാണ്, പക്ഷെ എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ആൻറ്റിയോട് പതുക്കെ ആൻറ്റി പറയുന്ന ഒന്നും എൻ്റെ തലയിൽ കയറാണ്ടായി. അപ്പം എനിക്ക് പെട്ടെന്ന് തല കറങ്ങണു, ഛർദ്ദിക്കാൻ വരണ പോലത്തെ ഒരു ഫീലിങ്. അപ്പം ശരീരമൊക്കെ അങ്ങ് തളർന്നു വരുന്നു.
ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് എന്തോ വയ്യായിക പോലെ ഉണ്ട്, ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കട്ടിലാണ് ഇരുന്നത്. ഞാൻ അവിടെ അങ്ങനെ കിടന്നു. കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഛർദ്ദിച്ചു. അപ്പം ആൻറ്റി പെട്ടെന്ന് പേടിച്ചു പോയി. ആൻറ്റി പെട്ടെന്ന് എന്നെ എണീപ്പിച്ചിട്ട്, അയ്യോ മോളെ എന്ത് പറ്റി, മോള് പ്രഗ്നൻ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നൊക്കെ നോക്കി. ഞാൻ എൻ്റെ ഉള്ളിൽ പ്രഗ്നൻ്റ്, ഈ മാസം എന്തായാലും പ്രഗ്നൻ്റ് ആവില്ല. അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ഇല്ല ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല, എനിക്ക് പീരീഡ്സൊക്കെ ഈ മാസം ഞാൻ പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഛർദ്ദിച്ച്, എനിക്ക് തീരെ വയ്യ. ശരിക്കും ഞാൻ ലോ പ്രഷർ അടിക്കുമ്പോൾ ഉള്ള പോലെ ഇങ്ങനെ തലകറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പോയി ബാത്റൂമിൽ നിന്ന് പോയി പുറത്തൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഛർദിലൊക്കെ നീക്കി അവിടെ കിടന്നു. ആൻറ്റിയോട് ഞാൻ പറഞ്ഞു പൊക്കോളാം, ഞാൻ മുകേഷ് ഇവിടെ അടുത്താണ് ബിസിനസ് കമ്പനി. ഞാൻ പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചോളാം, ആൻറ്റി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റി പോയി. ഞാൻ കുറച്ച് നേരം കൂടി നോക്കി, പക്ഷെ എനിക്ക് തീരെ വയ്യ മീൻസ് തളർന്നു പോകണു, ലോ പ്രഷർ അടിക്കുന്നു, തല ഇറങ്ങുന്നു, ചുണ്ടൊക്കെ എൻ്റെ അങ്ങ് നീല കളറായി, ഡ്രൈ ആയി. ഞാൻ മുകേഷിനെ വിളിച്ചു. മുകേഷിനെ വിളിച്ചിട്ട് മുകേഷിന് ഒരു അരമണിക്കൂറിനകം വന്നു. ഞാൻ കിടക്കുമായിരുന്നു അവിടെ ഞങ്ങളുടെ ഹോളിൽ തന്നെ. അപ്പം മുകേഷിനെ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ലോ പ്രഷർ വന്നുകൊണ്ടിരിക്കുക, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം മുകേഷിനെ എന്തുകൊണ്ട് എന്താ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് പണ്ട് ലോ പ്രഷർ വന്ന് ഞാൻ എപ്പോഴും തലകറങ്ങാറുള്ളതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോവാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളുടെ കയ്യിൽ കാറൊന്നുമില്ല. ഞങ്ങളുടെ 3rd ഫ്ലോറാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്, ലിഫ്റ്റില്ല. അപ്പം ഞാൻ ഓല ക്യാബ് വിളിച്ചു. ക്യാബ് ഇവിടെ താഴെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരടി എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടിവയറ്റിൽ ഭയങ്കര വേദന. അപ്പം എന്താ സംഭവിക്കണമെന്ന് എനിക്കും അറിയത്തില്ല, എന്താ പെട്ടെന്ന് ഇത്ര വേദന. എൻ്റെ മനസ്സിൽ പോലും ഇല്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന്. അപ്പം ഞാൻ മുകേശ്വരനോട് എനിക്ക് പറയാൻ എന്താ പറയേണ്ടത്, അടിവയറ്റിൽ വേദന. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം ചെയ്യും, ഞാൻ കിടക്കാം കുറച്ച് നേരം, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ, ചിലപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് കഴിക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ക്യാബ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഞാൻ അവിടെ കിടന്നു. മുകേഷിന് എനിക്ക് പാലൊക്കെ കാച്ചി തിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടിങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം ചൂട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു ആശ്വാസം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കഞ്ഞി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. മുകേഷ് ചേട്ടൻ പറഞ്ഞു എന്നാൽ അത്യാവശ്യമായിട്ട് എന്തോ ജോലി ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാം, കിടക്ക്, കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മുകേഷ് ചേട്ടൻ പോയി. ഞാൻ ഇപ്പുറത്ത് എൻ്റെ റൂമിൽ വന്ന് കിടന്നു. കിടക്കണ പാതി ബോധമാണ് ശരിക്കും. കിടന്നു, ലോ പ്രഷർ അടിക്കും, ശരീരമൊക്കെ ഇങ്ങനെ വിറച്ച് വരും, വേർക്കും. അപ്പോൾ ഒരു ചെറിയ കുളിരി കിട്ടും. ആ കുളിരിൽ ഞാൻ ഇങ്ങനെ ഉറങ്ങും. ഇതിങ്ങനെ റിപ്പീറ്റ് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എത്ര നേരമായി എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് മുകേശ്വരം വന്നു. അതിലൊന്നും ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. മുകേശ്വരം വന്നിട്ട് എനിക്ക് കഞ്ഞി ഉണ്ടാക്കി തന്നു. ഞാൻ ആ കഞ്ഞി ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്പൂൺ ഇങ്ങനെ പൊക്കിയിട്ട് സ്പൂൺ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, സ്പൂണോടെ കഞ്ഞി താഴെ വീണു. എന്നിട്ട് മുകേശ്വരൻ എനിക്ക് കോരി 2-3 സ്പൂൺ കഞ്ഞി തന്നു. എനിക്ക് മനസ്സിലായി ഇതെന്തോ പന്തികേടുണ്ട്. എനിക്ക് സ്പൂൺ പോലും പിടിക്കാൻ പറ്റാത്തത്ര വേദനയും എൻ്റെ ശരീരം തളർന്നും വരിക. ഞാൻ പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. മുകേശ്വരൻ ഓല ക്യാബ് വിളിച്ചു. ഓല ക്യാബ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല, ഓൾറെഡി ഞങ്ങൾ ക്യാൻസൽ ആക്കിയോണ്ട് അതിൻ്റെ കുറച്ച് ഫൈനോ എന്തൊക്കെയോ അടുത്തത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങളുടെ താഴെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങി വാ, മുകേശ്വരൻ പോയി ഓട്ടോ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വേദന. ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും അടിവയറ്റിൽ ഭയങ്കര വേദന, തളർന്നു വരണു.
ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കഷ്ടപ്പെട്ട് ഞാൻ താഴെ വരെ ചെന്ന് അവിടെ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ഞാൻ ഇരുന്നു. മുകേഷ് ഏട്ടൻ ഓട്ടോ ആയിട്ട് വന്നു. ഞാൻ ഓട്ടോയിൽ കയറി. ഞങ്ങളുടെ ഇവിടുന്ന് ഹാർഡ്ലി ഒരു 3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 3 കിലോമീറ്റർ കാണത്തുള്ളൂ ഹോസ്പിറ്റലിലോട്ട്. അപ്പം ഏകദേശം വൈകുന്നേരം 2 മണിക്ക് കഴിഞ്ഞു. ഓട്ടോയിൽ കയറിയിട്ട് ഓട്ടോ ഇങ്ങനെ പോവുകയാണ്. അപ്പം ചെറിയ ഗട്ടറിൽ വീഴുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വേദനിക്കുന്നു. ഞാൻ പറഞ്ഞു മുകേഷേട്ടനോട്, മുകേഷേട്ടൻ പതുക്കെ പോകാൻ പറഞ്ഞു, എനിക്ക് വയ്യ. പക്ഷെ ഞാനെന്താ അനുഭവിക്കുന്നത് അപ്പോൾ മുകേഷേട്ടനും അറിയത്തില്ല. മുകേഷേട്ടന് വേഗം ഹോസ്പിറ്റലിൽ എത്താൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ ഇവിടുത്തെ ഡ്രൈവറിനോട് പറഞ്ഞു, ഭയ്യത്തോടാ ധീരെ ചലാവും, ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. അയാൾ പിന്നെ ഭയങ്കര പതുക്കെയാണ് ഓടിച്ചത്. ഞങ്ങൾ പോണ വഴി ഡോക്ടറിനെയൊക്കെ വിളിച്ചു. ഡോക്ടർ ഉണ്ടോയെന്ന് പോലെ അന്വേഷിക്കാനാണ് ഇറങ്ങി പോണത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല, അടിവയറ്റിൽ ഭയങ്കര വേദനയാന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. എന്നെ അവിടെ കയറി എന്നെ വേഗം അവർ സ്കാൻ റൂമിലേക്ക് കൊണ്ടുപോയി. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല സ്കാൻ റൂമിൽ. എനിക്ക് സാധാരണ ഇവർ ട്രാൻസ്വാജിനൽ നമ്മുടെ വാജിനെ കൂടിയിട്ട് അകത്തുകൂടിയിട്ടാണ് സ്കാൻ ചെയ്യണത്. എനിക്ക് ആ ഒരു സമയത്ത് അത് ആലോചിക്കാനേ വയ്യ. ഡോക്ടർ അത് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് മെയിൻ ഡോക്ടറല്ല, അസിസ്റ്റൻറ്റ് ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് സ്കാൻ ചെയ്യേണ്ട. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇല്ല മോളിൽ കൂടി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ മോളിൽ കൂടെ സ്കാൻ ചെയ്ത് ഞാൻ ഇങ്ങനെ കിടക്കുവാണ്. ഡോക്ടർ സ്ക്രീനൊക്കെ ഇവിടെ എനിക്ക് കാണാൻ പറ്റില്ലൊന്നും. അപ്പം ഞാൻ ഈ ഡോക്ടറിൻ്റെ മുഖം മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഡോക്ടറിൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ഇവർ കൂടുതലും മറാഠിയാണ് സംസാരിക്കുക. ഇവിടെ മറാഠിയാണ്, മഹാരാഷ്ട്രയിലായതുകൊണ്ട്. അപ്പം എനിക്ക് അന്ന് ഹിന്ദി മാത്രമേ നല്ലപോലെ അറിയുള്ളൂ. മറാഠി എനിക്ക് അത്ര അറിയില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ മനസ്സിലാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് ഡോക്ടർ പ്രഗ്നൻ്റ് ഇത് റപ്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയ ഇംഗ്ലീഷ് വാക്കുകൾ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര വേദനയായിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തലയിൽ സ്ട്രൈക്ക് ചെയ്ത പ്രഗ്നൻ്റ്. ഞാൻ പ്രഗ്നൻ്റ് ആവും, പ്രഗ്നൻ്റ് ആണോ ഞാൻ? പിന്നെ മനസ്സിലായി പ്രഗ്നൻ്റായി ഇങ്ങനെയൊക്കെയാണോ വേദന? പ്രഗ്നൻ്റാ? ഉള്ളിൽ സന്തോഷം എനിക്ക്. അങ്ങനെ അപ്പോൾ തന്നെ മെയിൻ ഡോക്ടർ വന്നു. മെയിൻ ഡോക്ടർ ഈ ഡോക്ടറിനോട് പറഞ്ഞു വേറൊരു സ്കാനിങ് റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇവിടെ ഇത്രയും കൂടി അഡ്വാൻസ് എക്യുപ്മെൻറ്റുള്ള വേറൊരു സ്കാനിങ് റൂമുണ്ട്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കിടത്തി പിന്നെയും സ്കാൻ ചെയ്യുവാണ്. എനിക്ക് എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് അറിയണം ഞാൻ പ്രഗ്നൻ്റ് ആണോ, എന്താ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പ്രശ്നം, ബ്ലിങ്കസിയാന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കാം. അതിൻ്റെ കൂടി വേദന. പക്ഷേ ഈ വേദനേൻ്റെ ഇടയ്ക്കും പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സന്തോഷത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അസിസ്റ്റൻറ്റ് ഡോക്ടറിനെ വിളിച്ചു, ഡോക്ടർ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ അവിടെ വീൽ ചെയറിൽ ഇരുത്തിയിട്ടു അവർ. ഞാൻ അവിടെ ബെഡിൽ നിന്ന് എണീറ്റു, എന്നെ വീൽ ചെയറിൽ ഇരുത്തി. മെയിൻ ഡോക്ടർ എന്നെ വീൽ ചെയറിൽ ഇങ്ങനെ വലിച്ച് സൈഡിലോട്ട് വലിച്ചിരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു തു പ്രഗ്നൻ്റ് ഹൈ, തുമാരാ ബച്ച 2 पे. അപ്പം ഞാൻ ചോദിച്ചു എക്ടോപ്പിക്കാണോ? അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അന്തം വിട്ടു മാലൂം വയ്ക്കോ തുമക്കും? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സെർച്ച് ചെയ്ത് പണ്ട് വായിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ പ്രഗ്നൻ്റ് ആണ്, പക്ഷെ ട്യൂബിലാണ്, നമുക്കതെടുത്ത് മാറ്റണ്ടേ? ഞാൻ പറഞ്ഞു മാറ്റാം. അപ്പോൾ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ പ്രഗ്നൻ്റ് ആവുമോ? നീ അതോർത്ത് ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് ഇതിപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. എന്താ ചെയ്യാൻ പോണ? എൻ്റെ എല്ലാം ആക്ച്വലി ബൗൺസ്ഡായി പോയിക്കൊണ്ടിരിക്കുക. എക്ടോപ്പിക്കാണ്. ഓക്കെ, എനിക്ക് വലിയതായിട്ടൊന്നും എക്ടോപ്പിക് എന്താണെന്നൊന്നും അറിയത്തില്ല. ട്യൂബിൽ വരണ, യൂട്രസിലല്ല, യൂട്രസിന് വരാൻ ട്യൂബിൽ വരണമെന്ന് മാത്രം അറിയാം. അങ്ങനെ എന്നെ അവർ വീൽ ചെയറിൽ തന്നെ ലിഫ്റ്റിൽ കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുകേഷ് ഏട്ടൻ അവിടെ നിൽക്കണം. അപ്പം മുകേഷിന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പോവാ. ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പോകണു. എന്നിട്ട് എനിക്ക് കുറേ പേപ്പേഴ്സൊക്കെ തന്നു. അതിനകത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ റിസ്ക്കാണ്, അവർ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഇതാണ്. സൈൻ ചെയ്ത് കൊടുത്തു.
അതിൻ്റെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുന്നത്. അതിൻ്റെ കൂടെ ഭയങ്കര വേദന. അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അവിടെ ആ സൈഡൊക്കെ ഷേവൊക്കെ ചെയ്തു. ഞാൻ ഒന്നും അറിയണില്ല കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി, ഓപ്പറേഷൻ്റെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ഞാനൊരു വേദന ഇവിടുന്ന് ഇങ്ങനെ കയറി ശരീരത്തിൽ കൂടി ഇടിമിന്നൽ അടിച്ച് കയറുന്ന പോലത്തെ ഒരു വേദന എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പം അസിസ്റ്റൻറ്റ് ഡോക്ടറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിഷമിക്കണ്ട, ഇപ്പം മാറും, ഇപ്പം അനസ്തേഷ്യ തരും, പിന്നെ മാറിക്കോളും, ഇപ്പം വേദന മാറും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറിന് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ലോ പ്രഷർ ഉള്ളതാണ്. ഡോക്ടർ ചോദിച്ചു വേറെ വല്ലതും ഉണ്ടോ, വല്ല അലർജി ഉണ്ടോ ഗുളികയുടെ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, എനിക്കിങ്ങനെ ലോ പ്രഷർ അടിക്കാൻ പണ്ട് വരാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ട്രിപ്പൊക്കെ ഇട്ടു. അത് ഒരു ഡോക്ടർ, ഒരു വെളുത്ത താടിയൊക്കെയുള്ള നല്ല പ്രായമുള്ളൊരു ഡോക്ടർ വന്നു. അയാളിങ്ങനെ എന്തോ ടെസ്റ്റ് ട്യൂബിലൊരു മഞ്ഞ ലിക്വിഡ് എന്തോ പിടിച്ചുകൊണ്ടിരിക്കുക. അയാൾ അവിടെ കിടന്ന് പറയുക, മെയിൻ ഡോക്ടർ വരാതെ ഞാൻ അനസ്തീഷ്യ കൊടുക്കൂല, ഇത് ഹൈ റിസ്ക് കേസാണ്, മെയിൻ ഡോക്ടർ വരണം എന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ദൈവമേ ഒന്ന് അനസ്തീഷ്യ, എനിക്ക് ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഈ മിഥുനത്തിലിങ്ങനെ തേങ്ങ ഉടയ്ക്കും എന്ന് പറഞ്ഞ് നിൽക്കണ അവസ്ഥയാണ് എൻ്റെ. ഞാൻ അവിടുത്തെ ജഗതിയാണ്, ഒന്ന് ഉടയ്ക്കും മനുഷ്യ എന്ന് പറയുന്ന പോലെ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എപ്പോഴാണ് മെയിൻ ഡോക്ടർ വന്നത്, എപ്പോഴാണ് അനസ്തേഷ്യ തന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്കൊരു ഓർമ്മ എല്ലാവരും കൂടെ എന്നെ എന്തോ പൊക്കിക്കൊണ്ട് പൊക്കിയെടുത്ത് എന്തോ ചെയ്യണത്. ഞാൻ കണ്ണുറക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കുഞ്ഞമ്മ അവിടെ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. ചെറുതായിട്ട് ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിരുന്നു ഫുള്ള്. ഏകദേശം 3 ലിറ്റർ. കാരണം രാവിലെ സംഭവിച്ചത് ഞാനൊരു 2 മണി വരെ വെച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 3 ലിറ്ററോളം ബ്ലഡ് എൻ്റെ വയറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലെഫ്റ്റ് ട്യൂബ് അവർ കുട്ടിയുടെ കൂടെ എടുത്ത് മാറ്റി. ട്യൂബ് റപ്ചർ ആയിരുന്നു. ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു. ഇത്തിരി നേരം കൂടി നിന്നിരുന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് വരെ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് എക്ടോപിക് പ്രഗ്നൻസി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും ഇങ്ങനെ ഒരു വേദന അസഹനീയമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാൽ അപ്പം തന്നെ ഡോക്ടറിനെ കാണാം. പിന്നെ എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാ മാസവും ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു മാസം മാത്രം തലവിധി എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഈ ഒരു മാസം മാത്രം ഡോക്ടർ എനിക്കിനോട് കൺഫേം ആയിട്ട് പറഞ്ഞു പ്രഗ്നൻ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ ടെസ്റ്റേ ചെയ്തില്ല. എനിക്കൊരു 150% ഉറപ്പായിരുന്നു ആ മാസം ഞാൻ പ്രഗ്നൻ്റ് ആവില്ല എന്ന്. ആ ഒരു കാരണം കൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പോലും നോക്കിയില്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് പീരീഡ്സ് വന്നു. എൻ്റെ 2 എക്ടോപ്പിക്കിലും എനിക്ക് പറ്റിയതാണ്. എനിക്ക് പീരീഡ്സ് വന്നു എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫ്ലോ ആയിരുന്നു. എനിക്ക് ഏകദേശം 2 ദിവസത്തെ ഒരുവിധം ബ്ലഡ് ഫ്ലോ ഉണ്ടായിരുന്നു. ബട്ട് കമ്പയർഡ് ടു ബാക്കിയുള്ള മാസം വെച്ച് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ശ്രദ്ധിച്ചില്ല. അപ്പം അതും ഒരു സൂചനയായിരുന്നു എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ പീരീഡ്സ് വന്നുകൊണ്ടും ഞാൻ കൂളായിട്ട് പ്രഗ്നൻ്റ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം എക്ടോപിക് പ്രഗ്നൻസി എങ്ങാനും ആയാൽ പീരീഡ്സ് വരാൻ വളരെ സാധ്യതയുണ്ട്. പീരീഡ്സ് പോലെയെങ്കിലും മൈൽഡ് ഫ്ലോ എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ പീരീഡ്സ് ആണെന്ന് വിചാരിച്ച് നമ്മളത് വിട്ട് കളയരുത്. ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രഗ്നൻ്റ് ആണോ. പിന്നെ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് കുറേ നേരത്തേക്ക്. നമുക്കൊരു അന്നത്തെ ഓപ്പറേഷൻ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. 10,80,000 രൂപ അന്നായിരുന്നു. ഇത്തിരി നേരത്തെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ട്യൂബ് എടുത്തെന്ന് പറഞ്ഞു. ഞാൻ അന്ന് എനിക്ക് ഒട്ടും വിവരമില്ല. ട്യൂബ് എടുത്ത ഇനി കുട്ടി ഉണ്ടാവില്ല, എനിക്ക് കുട്ടി ഉണ്ടാവില്ല എന്നൊക്കെയുള്ള വിചാരമായിരുന്നു. ട്യൂബ് എടുപ്പിക്കില്ലേ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു.
പക്ഷേ ട്യൂബ് എടുത്തായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ലെഫ്റ്റ് ട്യൂബ് എടുത്ത് മാറ്റിയായിരുന്നു. പിന്നെ എനിക്ക് സർജറി കഴിഞ്ഞിട്ട് ഭയങ്കര പുറം വേദനയൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ. എൻ്റെ അച്ഛനും അമ്മയും പുറത്തായിരുന്നു, ചേച്ചി പുറത്തായിരുന്നു. എൻ്റെ അമ്മായിപ്പനും അമ്മായിയമ്മയ്ക്കും എക്ടോപ്പിക്ക് എന്താന്ന് പോലും അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാനിവിടെ മുകേഷ് ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പം എനിക്ക് പതുക്കെ പതുക്കെ ഞാൻ ഡിപ്രഷനിലേക്ക് പോയി. ഞാൻ എൻ്റെ വേദന, എനിക്ക് എന്താ അവസ്ഥ, സങ്കടം, കുട്ടി ഉണ്ടാവില്ല എന്ന് തോന്നൽ, ഇങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു ദിവസം എല്ലാത്തിലും കൂടെ പോയി. പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു, ഇത്ര വേദന, പ്രഗ്നൻസി നിൽക്കില്ല എന്നറിഞ്ഞു, സർജറി ചെയ്യേണ്ടി വന്നു, അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് താങ്ങാവുന്നതിലും കുറച്ച് കൂടുതലായിരുന്നു എന്ന് തോന്നുന്നത്. എന്നും പിന്നെ മുകേഷിനോട് വഴക്ക്, വൈകുന്നേരം പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഡിപ്രഷനിൽ എന്തോ പോയതായിരുന്നു എന്ന് തോന്നുന്നു. വെറുതെ ഇരുന്ന് കരയും ഞാൻ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്ക് ടു നോർമൽ ലൈഫായി. അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്ടോപിക് എക്സ്പീരിയൻസ്. അപ്പോഴൊക്കെ ഞാൻ ഡോക്ടേഴ്സിൻ്റെ കാരണം കൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ഇത് പറ്റിയെന്നൊക്കെ വിചാരിക്കുമായിരുന്നു. ഒരിക്കലും അല്ല. ഡോക്ടേഴ്സ് എത്ര ശ്രമിച്ചാലും ട്യൂബ് റപ്ചർ ആയിട്ടുണ്ടെങ്കിൽ അത് ട്യൂബോടെ എടുത്ത് കളയലായിരുന്നു ഓപ്ഷൻ. അത് ട്യൂബ് നമ്മൾ പിന്നെ അത് ശരിയാക്കിയാലും, റപ്ചറായൊരു ട്യൂബ് ശരിയാക്കിയാലും ഒരു 99.9% ട്യൂബിനൊരു ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പം റപ്ചറായ ട്യൂബ് എടുത്ത് കളയാണ്ട് ഒരു രക്ഷയില്ല. റപ്ചർ ആവുന്നതിന് മുമ്പേ, വളരെ മുമ്പേ അറിഞ്ഞാൽ മരുന്ന് തന്ന് ഇവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റാവുന്നതേ ഉള്ളൂ. ഡോക്ടർ ഉറപ്പിച്ച എക്ടോപിക്കാണ്. അപ്പം എത്ര നേരത്തെ അറിയണോ അത്രയും നല്ലതാണ് എക്ടോപിക്കാണെങ്കിൽ. അപ്പം പിന്നെ ഡോക്ടേഴ്സിന് 1.5 മാസമൊക്കെ ഉള്ളപ്പം ഡോക്ടേഴ്സിന് സ്കാനിങ്ങിൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്കാനിങ്ങിൽ കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ച് സ്കാനിൽ കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സിന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ആദ്യം ഞാൻ ഡോക്ടേഴ്സിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ വന്നതെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അത് ഡോക്ടേഴ്സിൻ്റെ കുഴപ്പമല്ല, വിധിയാണ്. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്ടോപിക് എക്സ്പീരിയൻസ്.